മനുഷ്യരാശി ഉന്നതങ്ങൾക്ക് നയിച്ച എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തുടക്കം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മുളച്ച നന്മയുടെയും കാരുണ്യത്തിൻ്റെയും വിത്തിൽ നിന്നാണ്. ഉദാഹരണം, നമ്മളൊരു വലിയ കല്ല് ഒരു തടാകത്തിലേക്ക് ഇങ്ങനെ എറിയുക. ഞാൻ വലിയ ഓളം ഉണ്ടായി ഇങ്ങനെ അലതല്ലേ തരങ്ങളിലേക്ക് പോവുകയാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന നന്മയുടെ തരങ്ങൾ അതെല്ലായിടത്തേക്കും വ്യാപിക്കുമെന്നുള്ള. എപ്പോഴും നമ്മുടെ അമ്മ, പ്രസവിച്ച അമ്മ ഭക്ഷണം വെന്താൽ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾക്ക് വിളമ്പി തരത്തുള്ളൂ. നേരം വിളമ്പി തരത്തില്ല. ആരെങ്കിലും വന്നാലോ ഭക്ഷണം ഇല്ലാണ്ടാകരുത് അവർ കൊടുക്കാൻ. പിന്നെ അഥവാ അവന് വിളമ്പി തന്നാലും ഒരു പാത്രത്തിൽ കുറച്ച് വിളമ്പി മാറ്റി വയ്ക്കും. ആരെങ്കിലും വന്നാൽ പട്ടിണിയായിട്ട് പോകരുത്. അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഭക്ഷണം വേകുമ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ള അപ്പുറം തിന്നാനുള്ള വെപ്രാളമല്ല, മറ്റുള്ളവരെയാണ് എപ്പോഴും ഓർക്കുന്നത്. അന്നന്ന് ജോലിക്ക് പോയി കിട്ടിയാണ് ഇവിടെ ഞങ്ങൾ കൂടുതൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടുകാരും തിരിച്ചു വെള്ളം അടുത്തില്ല. അപ്പോൾ അന്ന് 10-12 കുട്ടികൾക്ക് ഒരു വീട്ടിലുള്ള കൂട്ടുകുടുംബമാണ്. പിന്നെ കുറേ പേരാണ്. അപ്പോൾ ഏറ്റവും ഇളയ വെച്ച് കേൾക്കെങ്കിലും 2, 3, 4, 5 പേർക്ക് പോലും അമ്മ വിളമ്പി പാത്രത്തിൽ ഇത് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറയും. അവിടെ വെള്ളം അടുത്തില്ല, ഇതുകൊണ്ട് അവർക്ക് കൊടുക്കൂ. കുഞ്ഞുങ്ങൾ വെച്ച് കിടക്കുക. അപ്പം ആദ്യം അതാണ് ഓർക്കുന്നത്. പഴയ കാലത്ത് ഒരു കൊല പഴുത്താലും ചുറ്റുമുള്ള 6 വീട്ടിൽ കൊടുക്കും. മാവ് പഴുത്താലും അങ്ങനെ കൊടുക്കും. ഒരു പായസം വെച്ചാൽ നല്ലത് പങ്കുവയ്ക്കുക. അത് മധുരമുള്ളതല്ലേ. പായസം വെച്ചാൽ അവരിങ്ങോട്ട് വരും. അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ആണ് ഇവിടുത്തെ. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തെടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഇപ്പം തന്നെ നമ്മൾ ആരെങ്കിലും കപ്പലണ്ടി കൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഇടുമ്പോൾ ഒരു കുറ്റബോധം പോലെ വരും. ഞാനത് കൊടുക്കാതെ കഴിക്കുന്നില്ലോ എന്ന്. ദർശനം കൊടുക്കണം, എല്ലാവർക്കും കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുക്കുന്ന കഴിഞ്ഞിട്ടും അത്ര പേർ കഴിഞ്ഞിട്ട് കൊടുക്കാൻ സമയമില്ല. എന്നാലും അടുത്തുള്ളവർ കൊടുക്കാൻ വാഴത്തിടാൻ ഒരു കുറ്റബോധം വരും. ആ ചെറുപ്പത്തിൽ ശീലിപ്പിച്ച് കിടക്കുന്നുണ്ട്. അതിങ്ങനെ ആദ്യം വരുന്നതാണ്. ക്ലീൻ പേപ്പറാണല്ലോ കുഞ്ഞു ഹൃദയം. അപ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശം. അതൊരിക്കലും ആയില്ല. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അകലത്തിലും അകലവും എന്നിലുണ്ട് നമ്മളുടെ വിശ്വദർശനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകത്തെ എല്ലാം തന്നെ കാണിച്ചു കൊടുത്ത് അർജുനോട് പറയുന്നുണ്ട്, നീ എന്നിൽ വിശ്വസിക്കൂ. ഇതെല്ലാം ആത്മതത്വങ്ങളാണ്. ഇവിടെ മഹാത്മാക്കൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പരിമിതമായ ശരീരമല്ല, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യമാണ്. ജീവൻ സർവ്വവ്യാപിയായ ബ്രഹ്മം തന്നെയാണ്. ആ അറിവാണ് ശരിയായ വഴിയാട്ടിയും മോക്ഷവും. സർവധർമ്മങ്ങളും വെടിഞ്ഞ് ശരണമടഞ്ഞാൽ നമ്മളെ സർവ്വപാപങ്ങൾ മോചിപ്പിക്കുന്നതും അതുതന്നെയാണ്. സർവധർമ്മങ്ങളും വെടിയുക എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. നമുക്കിത് വരുന്നതിന് സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാകാം. സ്നേഹിക്കുന്നവനെ ദേഷിക്കുന്നതിനോടും വിദ്വേഷമില്ലാത്തൊരു മനസ്സിനെ കൊണ്ടുണ്ടാകുന്നു. എന്തിനേയും സ്വീകരിക്കുന്ന മനോഭാവം ഉൾക്കൊള്ളുക എന്നാണ്. അങ്ങനെ അവിടെ പുണ്യവും പാവവും ഇല്ല, എല്ലാം പൂർണ്ണത തന്നെയാണ്. അപ്പം മഹാത്മാക്കൾ എന്ന് പറയുമ്പം നമ്മുടെ അടുക്കളയിൽ ഒരു വിളക്ക് കത്തിക്കണമെങ്കിൽ ഒരു തീപ്പെട്ടി വേണം, അല്ല ഒരു മെഴുകുതിരി കൊണ്ട്. ഇപ്പം ലൈറ്ററുണ്ട് കത്തിക്കുന്നവർ. പിച്ച് നടക്കുന്ന മക്കൾ അമ്മൊത്ത് നടക്കുന്ന കൂടെ എന്ന് പറയുന്ന പോലെ അവിടെ തലത്തിൽ പോയി ഉദ്ധരിക്കാൻ അനുഭവമാണ് ഗുരു. അനുഭവിച്ചവരുടെ പാദം പിന്തുടർന്നാൽ നമുക്ക് 100 ജന്മം കൊണ്ട് നേടേണ്ട ഒരു ജന്മം കൊണ്ട് നേടാം. നമ്മളിപ്പോൾ എതിരെ ഒഴുകുന്ന നദിയിൽ അങ്ങോട്ട് തിരിച്ച് പോകാൻ തുഴയുന്ന പോലാണ്. അപ്പം മറ്റേത് ഒഴുക്കിനത്ത് പോകുന്ന പോലാണ്. ഇപ്പോൾ പ്ലെയിൻ സ്റ്റേഷനൊക്കെ എസ്കലേറ്റർ ഉണ്ടല്ലോ, നമ്മളതിൽ കൂടെ നടന്നുകൊണ്ട് വരുമ്പോൾ അത് വേഗം കുറച്ചുകൂടെ മുമ്പ് ഇറക്കാം. അതുപോലെ എസ്കലേറ്റർ പോലാണ് ഗുരു, എക്സ്പ്രസ് വേസ് പോലാണ് ഗുരു എന്ന് പറയും. കഠിനമായ വെയിലത്ത് കാറ്റുണ്ടെങ്കിൽ ആ വെയിലിൻ്റെ ചൂടത്ര അറിയില്ല. അപ്പോൾ എല്ലായിടവും കാറ്റുണ്ടെങ്കിൽ ഫാൻ എടുത്തിരിക്കുന്ന പോലാണ്. അപ്പോൾ നമുക്ക് യാത്രയിൽ നമുക്കൊരു പ്രചോദനം കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അമ്മ വെയിലുള്ള സ്ഥലത്താണ് ഈത്തപ്പഴം ഉണ്ടാകുന്നത്, തണുപ്പുള്ള സ്ഥലത്താണ് ആപ്പിൾ ഉണ്ടാകുന്നത് പറയുന്നത്. നമുക്ക് യോജിച്ച കാലാവസ്ഥ കിട്ടിയില്ലേ അത് മുരടിച്ചു പോകും. കടത്തിരുന്നൊക്കെ പേരാലുണ്ട്. ഉപ്പുകാറ്റ് കെട്ടുന്നുണ്ടത് മുരടിച്ച് നിൽക്കാൻ. അതിന് പിന്നിൽ വെച്ച പേരാൽ ഇവിടെ ഉണ്ട്, എത്രയോ വലുതായി നിൽക്കുന്നത്. ഇവിടെ പൂത്ത് എത്രയോ കിളികളും പഴങ്ങൾ ഒന്ന് തിന്നുകയാണ്. അപ്പോൾ യോജിച്ച കാലാവസ്ഥ പോലാണ് ഒരു സദ്ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ആത്മാവിനെ കണ്ടു പോകണം. സ്നേഹം, കരുണ, ദയ, വിവേകം തുടങ്ങിയ അനേക അലങ്കാരപ്പൊതികളുമായിട്ടാണ് ഓരോ ജീവനെയും
ഈശ്വരൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് ഈശ്വരൻ നന്നായി സമ്മാന പതികൾ വാരി വിതരണം. അങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് എത്ര സന്തോഷം തോന്നും. ചുറ്റുവട്ടത്തിലെ കുട്ടികൾക്ക് ആ സമ്മാന പതികൾ കിട്ടുമ്പോൾ എത്ര സന്തോഷം തോന്നും. നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ തന്നെ നമ്മൾ പായസം നേരുമ്പോൾ അവിടെ നേദ്യം ഉണ്ടാകും. മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന എന്താ? ഏറ്റവും കൂടുതൽ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്നത് സ്വത്തിലാണ്. ഇത് ബന്ധിച്ച വസ്തുവിനെ സമർപ്പിക്കുക. പിന്നെ ഭക്ഷണത്തിൽ വെച്ച് നോക്കുമ്പോൾ പായസമാണ് കൂടുതൽ. ബന്ധിച്ച വസ്തുവിനെ സമർപ്പിക്കുക, ഈശ്വരന് വേണ്ടി നേദിക്കുക. പക്ഷേ ഈശ്വരനും കഴിച്ചു കണ്ടിട്ടില്ല. ആ പായസം വെച്ചിട്ടുള്ള മറ്റുള്ളവരാണ് കഴിക്കുന്നത്. ചുറ്റും അമ്പലത്തിന് ചുറ്റും എപ്പോഴും കുട്ടികൾ കളിക്കാൻ പോകും. അവിടെ നിന്ന് കളിച്ചാൽ അമ്പലത്തിൽ വൈകുന്നേരത്ത് പായസം കിട്ടും. കുറച്ച് ഇതിൻ്റെ പേരിലെങ്കിലും കുറച്ച് പായസം കുട്ടിക്ക് കിട്ടും. ബന്ധിച്ച് സമർപ്പിക്കുക ഒരു ക്രിയയാണ്, തത്വമാണ്. അവനാണ് ശരിക്ക് ആ ഹൃദയം തുറക്കുന്നത്. അതിലൂടെയാണല്ലോ ഹൃദയം തുറക്കുന്നത്. ഹൃദയം തുറക്കുന്നൊരു ഭാഗമായിട്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ അതിൽ കൂടെ ദാനമായല്ലോ.